രാവിലെ കുറച്ച് നേരത്തെ എണീറ്റപ്പോൾ ഭയങ്കര വിശപ്പ്. ഭാര്യയെ വിളിച്ചുണർത്താനൊന്നും നിന്നില്ല. നേരെ കിച്ചണിൽ കയറി റവ എടുത്ത് കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്ത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഉപ്പുമാവിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. എനിക്ക് റൂംമേറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ഉണ്ടാക്കി കൊടുത്ത് പഠിച്ച് തഴക്കം പഴക്കം വന്ന സാധനമാണിത്. എൻ്റെ ഉപ്പുമാവ് കഴിച്ച് പുള്ളി ഇന്ന് വലിയ നിലയിലാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഒരു ചെറിയൊരു അനിയൻ ചെറുതാക്കി അരിഞ്ഞത്, ഒരു പകുതി തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത്, കുറച്ച് ഗ്രീൻ പീസ്, ഒരു ചെറിയൊരു ക്യാരറ്റ് പീസ് എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു ചെറിയൊരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് പൊട്ടിക്കണം. ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ടു, പിന്നെ ഓരോന്നായിട്ട് നമ്മൾ ഇടുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഒനിയൻ ഇടണം. ഒരു പിടി ഒനിയൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിടുക. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ അടുത്ത കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുക. ഓക്കെ, ഇപ്പോൾ ഒനിയൻ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ടു, ക്യാരറ്റും കട്ട് ചെയ്ത് ഇട്ടു. ഇനിയിപ്പോൾ പീസ് കൊണ്ട് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഇതുണ്ട്. അധികം എരിവൊന്നും വേണ്ട, ബ്രേക്ക്ഫാസ്റ്റിനല്ലേ, ഉപ്പുമാവല്ലേ, അധികം എരിവൊന്നും ഇടണ്ട. നമ്മൾ നന്നായി ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വെന്തോളും, പെട്ടെന്ന് കുക്കാവും പെട്ടെന്ന്. എന്നിട്ട് ആ ഒരു അര തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് മിക്സ് ചെയ്യുക. ഇനി നന്നായി വഴറ്റി തക്കാളി ആ ഒരു തൊലിയിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് വിട്ടുപോയില്ലേ, സമയമായി ഇത് പാകമായി. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളയ്ക്കണ വരെ ഇരിക്കട്ടെ ഇങ്ങനെ. ഓക്കെ, നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റവ ഇടാം. അതിൽ കുറച്ച് ഉപ്പ് ചേർക്കട്ടെ. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവോ പാകത്തിന് ഓരോരുത്തരുടെ പാകത്തിന് നോക്കിയിട്ട് ഇടാം. ഒരു ചെറിയൊരു കഷ്ണം വെണ്ണ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടുക. അതൊരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് കേട്ടോ, അത് ടേസ്റ്റ് കൂട്ടും എന്തായാലും. ഇപ്പോൾ റവ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേശ്ശായിട്ട് ഇടണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. പിന്നെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ ചില ഭാഗത്ത് ഉപ്പും മുളകൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇടുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പതുക്കെ ഇളക്കുക. പിന്നെ കുറേ അങ്ങോട്ട് ഡംപ് ചെയ്യരുത് കേട്ടോ. കൊണ്ടുപോയിട്ട് ഒരുവിധം കട്ട മിശ്രിതമാകുമ്പോൾ, മീൻസ് ഇത്തിരി വെള്ളം വേണം, അങ്ങനെ ഇളക്കാൻ പറ്റുന്ന പാകത്തിലാവുമ്പോൾ റവയിൽ നിർത്തുക. ആ വെള്ളം വറ്റിക്കോളും തന്നെക്ക്. റവ നന്നായി വേവും ചെയ്യും. ഓക്കെ, വേറി പാകത്തിൽ റവയിൽ നിർത്തുക. ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാവും ഇത് എങ്ങനെ പോയാലും. അപ്പോൾ അങ്ങനെ വെള്ളം പതുക്കെ വറ്റി വരുന്നുണ്ട്. വെള്ളം ഒരു വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടപ്പ് വെച്ചിട്ട് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുക. ഇപ്പോൾ ഇത് ഉണ്ട്, നമ്മൾ മൂടി വെച്ചു. ഇങ്ങനെ മൂടി വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. തുറക്കുകയാണ്. വാവ്, ആ ഒരു തുറക്കുമ്പോൾ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു അരോമ ഭയങ്കരമായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. നമ്മൾ എൻ്റെ കലാബോധം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല അറിയാം, പക്ഷെ കഴിക്കാൻ ആൾ സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ. ശരി, അപ്പോൾ എനിക്ക് നല്ല വിശക്കുണ്ട്, ഞാൻ കഴിച്ചു തുടങ്ങട്ടെ. ബൈ.